സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കൊല്ലത്ത് ദേശീയപാതയിലടക്കം വെള്ളക്കെട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് വിഷ്ണു കരുവാരക്കുണ്ട്, കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിരാജ് എന്നിവർ ചേരുന്നു. ആദ്യം വിഷ്ണു, കൊല്ലത്തെ സ്ഥിതി എന്താണ്? നികേഷ്, കൊല്ലം ഭയങ്കരമായ മഴയോട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശക്തമായ മഴയുടെ സമാനമായ രീതിയിൽ കൊല്ലത്തും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ണാട്ടുതൊടി, അതായത് കൊല്ലം നീണ്ടകര കണ്ണാട്ടുതൊടി എന്ന സ്ഥലത്താണ്. റോഡൊക്കെ ഗതാഗതം വളരെയധികം തന്നെ സ്തംഭിച്ച ഒരവസ്ഥ തന്നെയാണ്. നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഈ ഒരു അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം രീതിയിൽ ഒരു മരങ്ങളും അതുപോലെ തന്നെ ഇലകളൊക്കെ വെച്ച് തന്നെ പ്രതിഷേധിക്കുകയാണ്. ചേട്ടാ, എങ്ങനെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടോ അങ്ങനെയൊക്കെ? ഇതിപ്പം ആദ്യമായിട്ടായി കൂടുതലും വെള്ളം ഇത്രയും പൊങ്ങിയത്. ഇപ്പം ഇന്നലെ രാത്രി മുതലുള്ള മഴയുടെ ആയത്. അപ്പോൾ ഈ മഴയ്ക്ക് ഇത്രയും കൂടുതലും വെള്ളം ഇങ്ങനെ വന്നിട്ടില്ല. അതിശക്തമായ മഴയാണ്. ഇപ്പം ഒഴുകിപ്പാനുള്ള സംവിധാനം എല്ലാം അടഞ്ഞു കിടക്കുവാണ്. ഓടയെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. തീർച്ചയായിട്ടും നികേഷ്, ഓടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വെള്ളം റോട്ടിലാണ്. അതുപോലെ തന്നെ സമീപത്തുള്ള കടകളിലും അടുത്തുള്ള ഈ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വെള്ളം അതിരൂക്ഷമായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മഴയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു ശമനവും ഇപ്പോഴും നിലവിലില്ല. വളരെ വലിയ രീതിയിൽ ഈ വാഹനങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം തടസ്സം നേരിടുന്ന ഒരവസ്ഥയാണ്. നാട്ടുകാരൊക്കെ തന്നെ ഈ ഒരു വെള്ളക്കെട്ടിലിറങ്ങി അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിശക്തമായ മഴ തന്നെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ വളരെ ശക്തമായ മഴയാണ് കൊല്ലത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറിയ ഒരവസ്ഥയാണ്. വാഹനങ്ങൾക്ക് പോകാൻ തന്നെ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. നാട്ടുകാരൊക്കെ തന്നെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി അപകടാവസ്ഥ തരണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, എത്ര വാർഡ് മെമ്പറാണ്? എല്ലാ വർഷവും ഉണ്ടാവുമെങ്കിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു രൂക്ഷമായ ഒരു പ്രതിഭാസമാണ് ഇത്തവണ ഉള്ളത്. എന്ന് വെച്ചാൽ ഓർമ്മയിൽ പോലും ഇതേപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കണ്ണപ്പൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഈ മെഡൽ നേടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ വെള്ളക്കെട്ടിൻ്റെ അവസാനം താമസിക്കുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഈ പ്രദേശത്ത് ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ആ കാലാവസ്ഥയുടെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയാണ് ഇന്നലെ രാത്രി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മെമ്പറുമായിട്ട് പോയിട്ട് വന്നു. സ്കൂളുകളിലോട്ട് മാറാനുള്ള സാഹചര്യമൊക്കെ ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് തയ്യാറായിട്ടുണ്ട് സ്കൂളിലോട്ട് മാറാനായിട്ട്. പിന്നെ പഴയ വീടുകളാണ് കൂടുതലും. അതും ഒരു പ്രധാന വിഷയമാണ്. ചോർച്ചയുണ്ട്, അവരൊക്കെ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ക്യാമ്പുകളൊക്കെ എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ? ഇവിടെ ക്യാമ്പുകൾ ഇപ്പോൾ പുത്തൻതറ തുറന്നില്ലേ? പുത്തൻതറ തുറന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കൂളിലിപ്പം വാർഡ് മെമ്പർമാരായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിലോട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ മാറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഏതായാലും ശക്തമായ മഴ തുടരുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പുകളൊക്കെ തന്നെ സമീപ പ്രദേശങ്ങളിൽ തുറന്നിട്ടുണ്ട്. അവിടേക്ക് അപകടാവസ്ഥയിലുള്ളവരൊക്കെ അവിടേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ തന്നെ മഴ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ഇടതുഭാഗങ്ങളിലും വലതുഭാഗങ്ങളിലുള്ള കടകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും മഴ കൊല്ലത്തും ശക്തമായി തന്നെ പെയ്യുകയാണ് നികേഷ്. വളരെ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് കൊല്ലത്ത്. ഇനിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു, മഴ ശക്തമാകും. അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം വരാനിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ തന്നെ വലിയ രീതിയിൽ കൊല്ലത്ത് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ തുടങ്ങിയ മഴയാണ്. വലിയ രീതിയിൽ തന്നെ മഴ കൊല്ലത്തുള്ള ജനങ്ങളെയൊക്കെ തന്നെ ബാധിച്ച ഒരവസ്ഥ തന്നെയാണ് നികേഷ്. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് അഞ്ജലി കൂടി ചേരുന്നു. അഞ്ജലി, കൊച്ചിയിൽ അതിരാവിലെ മുതൽ തന്നെ അതിശക്തമായ തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? നികേഷ്, കുറച്ച് മണിക്കൂറുകൾ തുടർച്ചയായി കൊച്ചിയിൽ ശക്തമായ മഴയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ മഴയിൽ കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ഇപ്പോൾ ഞാനുള്ളത് കലൂരിലാണ്. കലൂരിലെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, റോഡുകളിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുകയാണ്. യാത്രക്കാർ എല്ലാവരും ദുരിതത്തിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ വെള്ളക്കെട്ട് കൊണ്ട് കുറച്ച് മണിക്കൂറിൽ കൂടി ഈ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഈ വാക്വേയിൽ വരെ വെള്ളം കയറും. ഇത് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരെയും കാൽനടയായി പോകുന്നവരെയുമാണ് കൂടുതൽ ബാധിക്കുന്നത്. അതായത്
റോഡിലെ കുഴി ഏതാണ്, റോഡ് ഏതാണ് എന്ന് മനസ്സിലാകാത്തൊരു സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസവും പെയ്ത മഴയിൽ വെള്ളം കയറിയിരുന്നെങ്കിലും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറാത്ത പ്രദേശങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ രാവിലെ പെയ്ത മഴയിൽ, അതായത് കുറച്ച് മണിക്കൂറുകൾ പെയ്ത മഴയിൽ ഈ പ്രദേശങ്ങളും വെള്ളത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഇപ്പോൾ അതായത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും നഗരപ്രദേശങ്ങളിലുണ്ട്. കൊച്ചിയുടെ ഒരു സവിശേഷത നോക്കുകയാണെങ്കിൽ ചെറിയൊരു മഴയിൽ തന്നെ കൂടുതലും വെള്ളക്കെട്ട് കയറുന്ന ഒരു പ്രദേശമാണ്. നഗരപ്രദേശങ്ങളിലെല്ലാം ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നവും കൂടാതെ ഇത്തരത്തിൽ മഴ തുടർച്ചയായി പെയ്യുന്നത് ഗതാഗത കുരുക്കും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രദേശം തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്, റോഡിൽ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വാഹനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഇപ്പോൾ വെള്ളക്കെട്ട് ഇനിയും മണിക്കൂറുകൾ തുടർച്ചയായി ഈ മഴ തുടരുകയാണെങ്കിൽ വെള്ളക്കെട്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്കും എത്തും. ഇപ്പോൾ തീരപ്രദേശങ്ങളിലും കൂടുതൽ കടലാക്രമണവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. അതായത് കൊച്ചിയുടെ വൈപ്പിൻ, ചെറായി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കടലാക്രമണമുണ്ട്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റും കൊച്ചിയിൽ ഉണ്ട്. അതായത് യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ മഴയുള്ളത്. ഇപ്പോൾ പ്രദേശവാസികളോട് സംസാരിച്ചേട്ടാ, എങ്ങനെയുണ്ട് മഴ? കുഴപ്പമില്ല. രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്. അതെ അതെ, രാവിലെ തൊട്ട് തുടങ്ങിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അവിടെയൊക്കെ വെള്ളം കയറി നിൽക്കണതാണ്. ഇപ്പം ബൈക്കൊന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് നടന്നു പോകുന്നത്. വീടുകളിലൊക്കെ വെള്ളം കയറുന്നൊരു വീട് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം കയറിയായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും കയറിയിട്ടില്ല. ഇല്ല. കഴിഞ്ഞ ദിവസവും മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ആ മഴയിൽ വെള്ളം കയറാത്ത പ്രദേശങ്ങളിലും ഈ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് മഴ കുറഞ്ഞതിന് വെള്ളം ഇറങ്ങിപ്പോകും. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് കൊച്ചിയിൽ ഇത്തരത്തിൽ വെള്ളം കെട്ടി രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ്. അത് എന്തുകൊണ്ടായിരിക്കും ഓവുചാലുകൾ വൃത്തിയാക്കാത്തത്? അതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ കുറച്ച് നേരം മഴ കുറഞ്ഞ് നിന്നാൽ, മഴ മാറി നിന്നാൽ ഇതൊക്കെ പോകേണ്ടതാണ്. ഇപ്പം അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ചേട്ടൻ ഇപ്പം കാൽനട യാത്ര ചെയ്യുന്നവരെയും കൂടുതലും ബാധിക്കുന്നുണ്ട്. വാക്വേയിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. അത് നികേഷ്, വലിയ രീതിയിലാണ് ആളുകളെ ഈ മഴ ബാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല മേഖലകളിലും തുടർച്ചയായി മഴ പെയ്തെങ്കിലും വെള്ളം കയറിയിരുന്നില്ല. ശരി, അഞ്ജലി ശ്രീജിത്രാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രധാനമായും നഗരപ്രദേശങ്ങളിൽ പോലും വെള്ളക്കെട്ടാണ് ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന്.